ഇന്ന് ഈദ് നിസ്കാരം നടക്കുകയാണ്. ഉത്തരേന്ത്യയിലൊക്കെ വളരെ വ്യാപകമായി തന്നെ വളരെ വിശാലമായി തന്നെ ഈ ആഘോഷം മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ഉത്തർപ്രദേശിൽ ഈ ആഘോഷത്തിൽ പങ്കെടുത്തവർ കയ്യിൽ കറുത്ത ബാൻഡ് അണിഞ്ഞ് എത്തി. ചിലയിടങ്ങളിലൊക്കെ ഈ ബാൻഡ് അഴിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചത് ചെറിയ സംഘർഷങ്ങൾക്കൊക്കെ വാക്കുതർക്കത്തിനുമൊക്കെ ഇടയാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. വഖഫ് ബില്ലിനെ എതിർത്തുകൊണ്ട് അതിലെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ബാൻഡുകൾ കയ്യിലണിഞ്ഞ് നിസ്കാരത്തിനായി എത്തിയത്. ഇതിനിടയിൽ ഇന്ന് നടക്കുന്ന ഈ നിസ്കാര പരിപാടികളിൽ വലിയ ആൾക്കൂട്ടം തന്നെ, വലിയ വിശ്വാസികളുടെ കൂട്ടം തന്നെയാണ് ഉത്തർപ്രദേശിൽ പലയിടത്തും കാണാൻ കഴിയുന്നത്. കനത്ത സുരക്ഷയാണ് യോഗി സർക്കാർ ഇതിനായി ഒരുക്കിയിരിക്കുന്നതും. ഒപ്പം തന്നെ ഗവർണറും മുഖ്യമന്ത്രിയും എല്ലാം തന്നെ, ഗവർണർ ആനന്ദബെൻ പട്ടേൽ ആയാലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഒക്കെ ആശംസകൾ അർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, ഈ അടുത്ത കാലത്തൊക്കെ ഉത്തർപ്രദേശിൽ നടന്ന ആഘോഷങ്ങളൊക്കെ കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു. അത് ഹോളി ആയാലും ഇപ്പോൾ നടക്കുന്ന ഈദ് നിസ്കാരമായാലും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ അനിഷ്ട സംഭവങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മുൻപ് റോഡിലൊന്നും നിസ്കരിക്കരുത് എന്നൊരു ഉത്തരവും യോഗി സർക്കാർ പുറത്തിറക്കിയിരുന്നു. ഏതായാലും ഇപ്പോൾ നടക്കുന്ന ഈ കറുത്ത ബാൻഡ് അണിഞ്ഞ് വന്നുള്ള നിസ്കാരം നൽകുന്ന സൂചന വഖഫ് ബില്ല് നാളെയോ മറ്റന്നാളോ ഒരുപക്ഷെ പാർലമെന്റിൽ എത്തിയേക്കാം, അവതരിപ്പിച്ചേക്കാം. അതിന് മുന്നോടിയായിട്ട് രാജ്യവ്യാപകമായ ഒരു വലിയ പ്രക്ഷോഭത്തിന് ഈ മുസ്ലിം സംഘടനകൾ ശ്രമിക്കുന്നു. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഈ നിസ്കാര വേളയിൽ കുറേ അധികം പേർ, അത് അവർ വിവിധ സംഘടനകളിൽ പെടുന്നവരാകാം, ആ അധികം പേർ ഈ കറുത്ത ബാൻഡ് അണിഞ്ഞ് തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താനായി ഈ ദിനവും ഈ നിസ്കാരവും ഉപയോഗപ്പെടുത്തിയതും. ന്യൂസ് ഡെസ്ക് മലയാളം.